ഇരുമ്പിന് കറ വന്നാൽ, തുരുമ്പ് വന്നാൽ അത് കളയാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്കറിയാം റസൂലേ. എന്നാൽ ഹൃദയത്തിന്റെ മാലിന്യം, ഹൃദയത്തിന് അഴുക്ക് വന്നാൽ എങ്ങനെയാണ് കളയുക ഹബീബേ? ഹൃദയത്തിന്റെ അഴുക്ക് എങ്ങനെ കളയും? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, രണ്ട് കാര്യങ്ങൾ കൊണ്ട് സാധിക്കുമോ സ്വഹാബ? ഒന്ന് ദിക്റുൽ മൗത്ത്, രണ്ടാമത്തേത് തിലാവത്തുൽ ഖുർആൻ. ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മരണത്തെ കുറിച്ചുള്ള ചിന്തയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത ഓരോ മുസൽമാന്റെയും ഹൃദയത്തിലുണ്ടാവട്ടെ. മരണചിന്ത നിന്റെ ഹൃദയത്തെ നന്നാക്കുമേ. രണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ്. ഇരുമ്പിന് കറ വന്നാൽ ആരെങ്കിലും സുബ്ഹി നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിക്റിനെ ചൊല്ലിക്കഴിഞ്ഞാൽ അന്നേ ദിവസം 70 തരം പരീക്ഷണങ്ങളെ തൊട്ട് അല്ലാഹു തആല അവനെ കാത്തുരക്ഷിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഏറ്റവും ചെറിയ കാര്യം ടെൻഷൻ മാറിക്കിട്ടും എന്നുള്ളതാണ്. അതുപോലത്തെ 70 പരീക്ഷണങ്ങളെ തൊട്ട് അല്ലാഹു തആല ആ മനുഷ്യ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാരെയാണ്? അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാരെയാ? അതിരവാകുന്ന പ്രവാചകൻ പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്ത് കഴിഞ്ഞാൽ അവരെ അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടമാണ്, മുഹബ്ബത്താണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, എത്ര തെറ്റ് ചെയ്താലും അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കരഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്നവരാരാ? അവർക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു